ഗൈസ്, കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് സ്വന്തം വില താഴ്ത്തുന്ന കാര്യമാണോ അതോ അഭിമാനിക്കാനുള്ള കാര്യമാണോ? പക്ഷേ ഒരു ഗുണമുണ്ട്. ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി ആൾക്കാർ വന്ന് വീഡിയോ കാണുകയും അങ്ങനെ കുറച്ച് ഏണിങ്സ് ഒക്കെ ഉണ്ടാവും. ആ കാശ് കൊണ്ട് ഒരു ഫോർച്യൂണറൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം. ചിലപ്പോൾ അത് തന്നെയായിരിക്കും ഈ പച്ചവെട്ടി പ്രശ്നേഷ് ഉദ്ദേശിച്ചതേ. അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ ഇതേപോലെ തരം താഴ്ത്തി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് പറ്റുന്ന കാര്യമാണ്. ഈ ഒരു സംഭവത്തെ പറ്റി എനിക്ക് സംസാരിക്കണമെന്ന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ ഒരു 2 ദിവസം മുന്നേ ഈ പ്രശ്നേഷ് എന്ന വ്യക്തി സ്വന്തം പെങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഒരു കുടുംബത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ആങ്ങളെ സ്വന്തം പെങ്ങളെ പറ്റി പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ ഈ ഒരു വീഡിയോയിൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞേക്കുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതിന് ശേഷം തീരുമാനിക്കാം. അനിതി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവൾ പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പോൾ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ, അതായത് അവർക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ, അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം അവളെയും കൊണ്ട് ആശുപത്രി പോയി, ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന്. വീഡിയോസ് ചെയ്ത് കാശുണ്ടാക്കുന്ന നല്ല കാര്യം തന്നെ. പക്ഷേ ഒരു മനുഷ്യൻ ഇത്രയ്ക്കൊക്കെ തരം താഴാവോ? അതും സ്വന്തം വീട്ടുകാരെ ഈ രീതിയിൽ പറഞ്ഞതുകൊണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തിയുടെ പെങ്ങളും അമ്മയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതീ പറയുന്നത് പെങ്ങളെ ഈ ഒരു വ്യക്തി കൊല്ലാൻ ശ്രമിച്ചു എന്ന് വരെയാണ്. അതിനിപ്പോൾ ചിലപ്പോൾ പോലീസ് കേസ് വേറെ വഴിക്കൊക്കെ പോകുമായിരിക്കാം. ഇവരുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നോ അതും ഇതൊക്കെ ഡ്രാമയാണോ എന്ന് പോലും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. പക്ഷേ ഇത്രയും ഒക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഒറ്റ കാര്യം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പച്ചവീടിൽ പ്രശ്നേഷ് എന്ന വ്യക്തി ഇത്രയും നാളും നാട്ടുകാരെ ഹൈജീൻ പഠിപ്പിച്ച് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടാണ് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്വന്തം വീട്ടുകാരെയും കൂടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാമെന്ന് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ക്യാരക്ടറാണോ വേണ്ടത്? മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഇതേപോലത്തെ ക്യാരക്ടറൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സഹതാപം മാത്രം.